സഹോദരങ്ങളെ ചേർത്ത് വെച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദന കൊണ്ട് പൊളഞ്ഞ ഈ ദിനങ്ങൾ ഇന്നത്തെ സമൂഹം ആഘോഷിക്കുകയാണ്. സത്യമല്ലേ? ആണ്. റസൂല് മരണപ്പെട്ട ദുഹാ സമയത്ത് ഘോഷയാത്രയും മുട്ടും പാട്ടും വഴിതടയലും പ്രയാസം സൃഷ്ടിക്കലുമായ ആളുകൾ ഇന്ന് തെരുവുകളിലാണ്. റസൂലിന്റെ മരണം സഹിക്കാനാവാതെ സ്വഹാബിമാര് ബോധരഹിതരായി. ചിലർ മദീനയിൽ നിൽക്കാൻ കഴിയാതെ പ്രയാസം കാരണം മദീനയിൽ നിന്ന് നാടുവിട്ടു. അത്രക്ക് ശക്തമായ സ്നേഹം പ്രകടിപ്പിച്ചവരാണ്. സഹോദരങ്ങളെ, രോഗം മൂർച്ഛിച്ച് അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മരണത്തിന്റെ വേളയിൽ അവിടുന്ന് ഖൈബറിൽ കഴിച്ച ഒരു ഭക്ഷണത്തിന്റെ വിഷാംശം അവിടുന്ന് ഒരു സഹോദരി കൊടുത്ത ആ വിഷത്തിന്റെ അംശങ്ങൾ ഇന്നും എനിക്ക് വല്ലാതെ വേദനയുണ്ടാക്കുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചെന്ന് പറയുന്ന രംഗമുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ആ വിഷമവും വേദനയും കണ്ടിട്ട് പറയുന്നുണ്ട്, വാക്കർ ബാബാ, എന്റെ വാപ്പാക്ക് ഇന്ന് എന്തൊരു ബുദ്ധിമുട്ടാണ്, എന്തൊരു പ്രയാസമാണ്. നബി തങ്ങൾ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഇന്നേ ദിവസം കഴിഞ്ഞാ നിന്റെ വാപ്പാക്ക് ഇന്നൊരു പ്രയാസമില്ല. നമുക്കാർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ പ്രവാചകർ അവിടുന്ന് മകളെ ആശ്വസിപ്പിച്ചു, സമാധാനിപ്പിച്ചു. സാരമില്ല, വാപ്പാക്ക് ഇന്ന് കഴിഞ്ഞാൽ വേദനയില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന അറാക്ക് കൊള്ളിയുണ്ട് നബി തങ്ങൾക്ക് പല്ല് തേച്ചു കൊടുത്തുകൊണ്ട് ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് അവസാനം മരണത്തിന്റെ വേദനകൾ സഹിച്ച് റബീഉൽ അവ്വൽ മാസത്തിന്റെ ഒരു ദിവസത്തിൽ അത് നടക്കുമ്പോ മറക്കാൻ കഴിയില്ല. മുസ്ലിമീങ്ങളായി ഈമാനുള്ള ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത നൊമ്പര കാഴ്ചയായിരുന്നു. വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുഖം ഇങ്ങനെ വെള്ളം കൊണ്ട് ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് സംസാരിക്കാൻ കഴിയുമ്പോ പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്. ഒരു പ്രവാചകരാണ് പറയുന്നത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, അസഹ്യമായ വേദനയാണ് എന്നും പറഞ്ഞുകൊണ്ട് കൈകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ലോകത്ത് നിന്ന് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞു പോയ റബീഉൽ അവ്വലിന്റെ ചരിത്രം പറയുമ്പോ സ്വഹാബത്ത് ഈ രംഗം നേർക്ക് നേരെ സാക്ഷിയായവരാണ്. സ്നേഹം അങ്ങേയറ്റം ഉള്ളവരാണ്. നബിന്റെ ജനനത്തിലും നബിയുടെ മരണത്തിലും ഹിജ്റയിലും യുദ്ധങ്ങളിലും പങ്കെടുത്തവരാണ്. അവര് ആ റബീഉൽ അവ്വൽ മാസത്തിൽ എന്താ സംഭവിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു കുട്ടിയെ പോലെ ഇരുന്ന് കരയാൻ തുടങ്ങി. ഒരു കുട്ടി ഇരുന്ന് തേങ്ങിക്കരയുന്നത് പോലെ വിഷമം കൊണ്ട് കരഞ്ഞു. ധീരനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ശക്തനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം മരിക്കേ, പ്രവാചകർ മരിക്കേ. പിന്നീട് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്തു. സഹാബത്ത് പറയാണ്, മദീനയിൽ അന്ന് കയറി ചെന്ന സമയത്ത് അതാ ഫമാ റഅയ്തു യൗമൻ കാന അഖബഹ വലാ അളമ മിൻ യൗമിൻ മാത ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകർ ഞങ്ങളിലേക്ക് ഹിജ്റ ചെയ്തു വന്നപ്പോൾ തെളിഞ്ഞ പ്രകാശമായിരുന്നു, സന്തോഷമായിരുന്നു, അവിടെ വെളിച്ചം ആനന്ദമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇരുട്ട് നിറഞ്ഞ, വെളിച്ചം കെട്ടുപോയ, മദീന മുഴുവൻ കരഞ്ഞുപോയ ശാന്തമായ ഒരു ദിവസമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോ. ഇതൊക്കെ ഖുതുബയിൽ പറഞ്ഞു കൊടുത്തിട്ടും ആളുകൾ മനസ്സിലാവാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കടന്നു പോകുന്നു. ആരാണ് ഉത്തരവാദികൾ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ദിനം ഒരു ആഘോഷമാക്കാൻ മുസ്ലിമിന് സാധിക്കുമോ? അപ്പൊ ആളുകൾ ചോദിക്കുന്നു, ജനിച്ചതും മരിച്ചതും ഒരു ദിവസമാണെങ്കിൽ നമുക്ക് മരണം അങ്ങ് വിട്ടേക്കാം, ജനനം അങ്ങ് ആഘോഷിച്ചൂടെ? അതും അവർ ചെയ്തില്ല, സഹാബത്ത് ചെയ്തില്ല. കാരണം എന്താ? അവർ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിശ്വാസികൾക്ക് ഏറ്റവും വലിയ മുസീബത്ത്, ഇദാ അസ്വാബ അഹദുകും മുസീബ ഫല്യദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ മിൻ അഅ്ളമിൽ ബസായിബി. ഏറ്റവും വേദനിക്കുന്ന പ്രയാസം എന്ന് പറഞ്ഞത് ഞാൻ കാരണമുണ്ടാകുന്ന പ്രയാസമായിരിക്കും, മരണമായിരിക്കും. അതിനേക്കാൾ വലുത് വേറൊന്നും ഇല്ല എന്ന്. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, ഈ മരണത്തെക്കാൾ വലിയ പ്രയാസം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന യഹൂദി നസാറാക്കളുടെ മാർഗം നിങ്ങൾ അതുപോലെ പിൻപറ്റുന്നവരായി തീരും. ശിബറം ബിശിബിരിൻ, ചാണിന് ചാണായി, വദിറാൻ ബിദിറായിൻ, മുഴത്തിന് മുഴമായി പിൻപറ്റും. ശരിക്ക് ഫലിച്ചില്ലേ?
യേശുക്രിസ്തുവിന്റെ ജന്മദിനം ഡിസംബർ 25 ആഘോഷിക്കുമ്പോ ഇവിടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീലാദ് ആഘോഷിക്കുന്നു തുടങ്ങി. അവിടെ ക്രിസ്മസിന് സ്റ്റാർ ഒട്ടിക്കുമ്പോ ഇവിടെ മീലാദ് ബൾബ് കച്ചവടമാണ്. ഇത് ഷിയാക്കൾ ആരംഭിച്ചതാണ്. ഏത് ഷിയാക്കൾ? ഷിയാക്കളിലെ ഗുലാത്തുകളായ അതിരുവിട്ട ചിന്താഗതിക്കാരായ ഫാത്തിമിയാക്കളും ഉബൈദിയാക്കളും ആരംഭിച്ചതാണ്. എന്തിനാണ് അവരത് തുടങ്ങിയത്? അവർ ആഘോഷിക്കുന്നവരാണ് ആമൽ ജദീദ്. പുതിയ ഹിജറ വർഷം വരുമ്പോ അന്ന് ന്യൂ ഇയർ ആഘോഷം അവർക്കുണ്ട്. ഷിയാക്കളിൽ ഫാത്തിമിയാക്കൾക്ക് മുഹറം 10 അന്ന് ആഘോഷമുണ്ട്. നമുക്കൊക്കെ നോമ്പുള്ളൂ, അവർക്ക് ആഘോഷമാണ്. വമൗലിദുൻ നബി, നബിന്റെ മീലാദ് അവർ ആഘോഷിക്കുന്നു. വമൗലിദു അലി വഹസൻ വഹുസൈൻ വഫാത്തിമ റളിയല്ലാഹു അൻഹാ. അലിയാർ തങ്ങളെ, ഹസൻ, ഹുസൈൻ തുടങ്ങി ഫാത്തിമ റളിയല്ലാഹു അൻഹ വരെയുള്ള ആളുകളുടെ ഒക്കെ മീലാദ് ആഘോഷിക്കുന്നവരാണ് ഇവർ. അവരാണ് ചരിത്രത്തിൽ ഇത് ആദ്യം തുടക്കം കുറിച്ചത്. മനസ്സിലാക്കിക്കോ, നബി തങ്ങളല്ല, സ്വഹാബത്തല്ല, മദ്ഹബിന്റെ ഇമാമിങ്ങളല്ല. ഇനി പോട്ടെ, ഷിയാക്കളെ നമുക്ക് മാറ്റിവെക്കാം. അഹ്ലുസുന്ന എന്ന് ബാക്കിയുള്ളവരെയാണല്ലോ വിളിക്കുക. അവരിൽ ആരാ ഇത് തുടക്കം കുറിച്ചത്? അപ്പോ ആദ്യ കാലഘട്ടത്തിൽ സ്വഹാബത്ത് എവിടെ? താബിഈങ്ങൾക്കുണ്ടോ? താബിഈങ്ങൾക്കുണ്ടോ? ഇല്ല. ഇയാൾ ആരാണ്? ഇത് നമ്മൾ പറഞ്ഞതല്ല, ഇവരുടെ തന്നെ ഗ്രന്ഥങ്ങളിൽ കാണാം. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മലിക്കുൽ മുദഫർ ധീരനാമൊരു രാജനാ, മൗലൂദ് കഴിക്കാൻ ഏറ്റവും പ്രിയമുള്ളനാ. ഒരു രാജാവ് മലിക്കുൽ മുദഫർ എന്ന ഭരണാധികാരി ഉണ്ടാക്കിയതാണ്. ഇതിന് ദീനിന്റെ ഒരു അസുലുമില്ല, ഒരു മദ്ഹബിന്റെ കിതാബിലുമില്ല. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ രേഖപ്പെടുത്ത ഇമാം സഖാവി റഹിമഹുല്ല പറയാ, മുൻകാലത്തുള്ള സഹാബത്തിനും സലഫുകൾക്കും ഇത് പരിചയമില്ല. ഇമാം ഫാഖഹാനി പറയാ, ഇതൊക്കെ പിൽക്കാലത്ത് അഖാലൂന, ചില തീറ്റക്കൊതിയന്മാരും ഷഹവാത്തുകളെ, ദേഹേച്ഛകളെ പിൻപറ്റുന്ന സ്വാർത്ഥന്മാരും ഒക്കെ ഉണ്ടാക്കിയതാണ്. ദീനുമായി ഇതിന് ബന്ധമില്ലെന്ന് എത്ര കൃത്യമാണ്.